ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അമ്മയും ചിത്തും കൂടി ജോലിക്കൊക്കെ പോകാൻ ഇറങ്ങി. അങ്ങനെ അവരെ പോയി കഴിഞ്ഞ് പിന്നെ അനിയത്തി ഇല്ലായിരുന്നു കേട്ടോ. അനിയത്തി ഒരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാനും മോനും മാത്രമേ ഉള്ളേ. അപ്പോൾ എന്തായാലും എനിക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വേണ്ടതും വേണ്ടാത്തതുമായ കുറേ സാധനങ്ങളുണ്ട്. ഇതെന്താ ഇങ്ങനെ കൂടിയെന്ന് വെച്ചാൽ മോന് ആകെപ്പാടെ എടുക്കാതിരിക്കുന്ന ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളേ. ഫ്രിഡ്ജിൻ്റെ മുകളിലും അലമാരുടെ മുകളിലും മാത്രമുള്ള ആൾ കയറി സാധനങ്ങളൊന്നും എടുക്കാത്തത്. അപ്പോൾ ആളെ പേടിച്ചിട്ടാണ് ഇവിടെ സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നത്. കുഞ്ഞി കുഞ്ഞി സാധനങ്ങളൊക്കെ ആയാലും വായിലൊക്കെ ഇടുമെന്നും പേടിച്ച് മുകളിൽ കൊണ്ട് വെക്കുവാണേ. ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ ഭയങ്കര പാടാണ്. ഫ്രിഡ്ജിൻ്റെ പുറത്ത് മാത്രം ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അകം വേറൊരു ദിവസം ക്ലീൻ ചെയ്യണം. ഒരു ദിവസം കൊണ്ട് മൊത്തത്തിൽ ഒരു ജോലി എനിക്ക് ഒതുങ്ങൂല കേട്ടോ. മോനും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോന്നാണ് ചെയ്യുന്നത്. ഓണത്തിന് മുന്നേ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ഭാഗമൊക്കെ അങ്ങ് വൃത്തിയാക്കി പോകാമെന്ന് വിചാരിച്ചു. മോനെ ഉറക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ചുമ്മാ സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അനിയത്തിയും കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അവൾ 2 മാസമൊക്കെ ആയി ജോലി, എറണാകുളത്തായിരുന്നേ ജോലി. അപ്പം അവിടെ നിർത്തിയിട്ട് വന്നു. ഇനിയിപ്പോൾ വേറെ ജോലി നോക്കുന്നുണ്ട്. അതുവരെ അവളുള്ളതിൻ്റെ സമാധാനത്തിലാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും പഴയ കണക്കാവും. പിന്നെ ഞാനും മോനും കൂടെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം വാരിക്കളയുവാണേ. മറ്റേത് ക്രിസ്മസിനൊക്കെ ബോൾസൊക്കെ ഉണ്ടല്ലോ തൂക്കിയിടുന്ന, ആ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. മോൻ വായിലിടുമെന്നും പേടിച്ചിട്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതൊഴിച്ച് ബാക്കി എല്ലാം കളയുവാണേ. ഇപ്പോൾ വേണ്ടാത്തത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ട് ഞാൻ കളയുവാണേ. ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഈ ടേബിളിലോട്ടാണ് മാറ്റി വെച്ചത്. ഇനി അത് വൃത്തിയാക്കണം. അപ്പം മോൻ്റെ മരുന്നൊക്കെയാണ് കൂടുതലും. അത് വേണ്ടാത്തതൊക്കെ മാറ്റിയിട്ട് ഒരു ബോക്സിൽ വേണ്ട മരുന്നൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ എടുക്കാനും എളുപ്പമായിരിക്കും. മരുന്നൊക്കെ പെട്ടെന്ന് നമുക്ക് വേണ്ട സാധനമാണല്ലോ. കുട്ടികളുള്ള വീടാകുമ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടേ. മോൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള മരുന്നെല്ലാം കയ്യിലുണ്ടായിരുന്നേ. അപ്പം ഇപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് കസേരയൊന്നും വെക്കാറില്ല. മോൻ കയറി കളിക്കാറൊക്കെ ഉണ്ട് മുകളിൽ. അതുകൊണ്ട് പിന്നെ അവിടെ നമ്മൾ കസേരയോ കാര്യങ്ങളൊന്നും വെക്കാറില്ല. മോനുള്ളത് കൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ആയാലും വലിച്ചു വാരിയൊക്കെ ഇടും. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും പിന്നെയും വലിച്ചു വാരിയൊക്കെ ഇടും. അതുകൊണ്ട് തന്നെ പിള്ളേരുള്ള വീടെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി. പിന്നെ 2 ബോട്ടിലും കൂടി വെക്കുന്നുണ്ട്. പിന്നെ മറ്റേത് ബാസ്ക്കറ്റാണ് കേട്ടോ. എന്തെങ്കിലും സ്നാക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വലുതായിട്ട് പൊടി അടിച്ചിട്ടില്ല. കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അലർജി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പിന്നെ വേറൊരു ദിവസം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുക്കിങ്ങിനേക്കാളും ഇഷ്ടം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വീട് വൃത്തിയാക്കുന്നതും വീട് ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ അയ്യോ വയ്യാന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജോലിയൊക്കെ ഒരു ഭാരമായിട്ട് തോന്നുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയൊക്കെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. തുടച്ചൊക്കെ കഴിഞ്ഞ് ഇനി ടേബിൾ ഇങ്ങോട്ടൊന്ന് വലിച്ചിടണം. ഞാൻ അങ്ങോട്ട് നീക്കിയായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഭാഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു ചവിട്ടി ഇടുന്നുണ്ടേ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൈയൊക്കെ കഴിയുമ്പോഴത്തേനും വെള്ളം താഴോട്ട് വീഴുമ്പോഴത്തേനും ടൈൽസിലല്ലേ വീഴുന്നത്. അപ്പം അവിടെയൊന്നും ചെളിയാവാതിരിക്കാനാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീനും കൂടി കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജോലി കഴിഞ്ഞേ. ഇനി പിന്നെ അടുക്കളയിലോട്ടൊന്ന് പോകണം. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ചെറിയ ജോലികൾ ഇന്ന് പറ്റുന്ന രീതിയിൽ ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കഴുകി കഴിഞ്ഞിനി തുടച്ചു കൊടുക്കണം. തുടച്ചിട്ട് 2 പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെതും പിന്നെ ഒന്ന് ഒറിജിനലും ആണേ. അങ്ങനെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. സാധനങ്ങൾ കൂടുമ്പോഴാണ് വൃത്തികേട് വരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാനും മോനും കൂടി അംഗനവാടിയിലോട്ടൊന്ന് പോവുകയാണേ. ടീച്ചർ വിളിച്ചിരുന്നു, പൊടി വന്നിട്ടുണ്ട്, പൊടി മേടിക്കാനായിട്ട്. അങ്ങനെ അംഗനവാടിയിലോട്ട് പോവുകയാണേ. ഇപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അംഗനവാടി. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലാണ്. പക്ഷേ ഫ്രണ്ടിൽ കൂടെ കറങ്ങി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോനാണെങ്കിൽ അവിടെ പോയാൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണേ. ആൾക്ക് പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയും പിടിച്ചുകൊണ്ട് വരുവാണേ. അതൊക്കെ കഴിഞ്ഞ് മോനെ ചോറ് കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ടേ. ഈ ബാക്കി ജോലികൾ ചെയ്ത് തീർക്കണം. അപ്പം ഹോള് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ടേ. തുടയ്ക്കലൊന്നുമില്ല, ജസ്റ്റ് തൂത്ത് കൊടുക്കൽ മാത്രമേ ഉള്ളേ. 2 ദിവസം മുന്നേ തുടച്ചിട്ടേ ഉള്ളായിരുന്നു. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നേ കഴുകാനായിട്ട്. അപ്പം നമ്മൾ അന്നേരമാണ് കഴുകി വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കൂടിക്കിടക്കാറില്ല. മോൻ ഉണരുന്നതിന് മുന്നേ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കണം. ഒരിടയ്ക്ക് വെച്ച് മോൻ വലുതായിട്ട് ഉറങ്ങത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നേ. ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അന്നേരമാണ് ചെയ്യുന്നത്.
അടുക്കള ഇനി ക്ലീൻ ചെയ്യണം. അമ്മ രാവിലെ തന്നെ എല്ലാം വെച്ചിട്ടൊക്കെ പോവേ. അതുകൊണ്ട് എനിക്കിനി ക്ലീൻ ചെയ്താൽ മാത്രം മതി. അമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സഹായമാണ്. അപ്പം ആ ഒരു ജോലി എനിക്ക് മാറിക്കിട്ടി. മോനാണെ ഒട്ടും സമ്മതിക്കത്തില്ല. ഞാൻ എഴുന്നേറ്റ ഉടനെ ആളും എഴുന്നേക്കും. പിന്നെ എൻ്റെ വാലിൽ തന്നെ തൂങ്ങി നടക്കും. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി തൂത്ത് കൊടുക്കണം. അപ്പോൾ അടുക്കള തൂത്തിട്ടില്ലായിരുന്നു. ഇനി ആ ഒരു ഭാഗം തൂക്കണം. പിന്നെ ബാക്കിയുള്ള ചവറ് ഞാൻ നേരത്തെ കൂട്ടിയിട്ടായിരുന്നേ. അതും കൂടി എല്ലാം കൂടി ഒന്ന് കോരിയെടുക്കണം. ഇനി ഞാൻ എങ്ങനെയാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇതേപോലെ 4 സൈഡിലും ഇങ്ങനെ കെട്ടിടണം. ഒരു ചെറിയൊരു കെട്ട് മതിയേ. അത് 4 സൈഡിലും ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ മൂലകളുണ്ടല്ലോ, ആ മൂലയ്ക്കൊക്കെ 4 കെട്ടിടണം. എന്നിട്ട് ഇതേപോലെ ആ കെട്ട് വരുന്ന ഭാഗം മെത്തയുടെ അടിയിലോട്ട് വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ 4 മൂലയിലും അങ്ങനെ ചെയ്യണം കേട്ടോ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ടിലിൻ്റെ മുകളിൽ തന്നെ കയറിയിരുന്ന് ഇങ്ങനെ ചെയ്യുന്നത്. സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. ഇത് ഇച്ചിരി വീതി കുറഞ്ഞ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി എന്ന് വെച്ചാൽ വിരിക്കുന്നതും അങ്ങനെ തന്നെ കിടന്നോളും. ഇത് മിക്കവർക്കും അറിയാവുന്ന ട്രിക്കായിരിക്കും. എന്നാലും അറിയാത്തവർക്കുണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിടന്നോളും. പിന്നെ മോൻ എഴുന്നേറ്റ് വന്നു. പിന്നെ മോനെ കുറച്ച് നേരമായിട്ട് ഉറങ്ങിയിട്ട്. അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് മഴയിലൊക്കെ ഇരുത്തുന്ന പുന്നരിക്കുന്നുണ്ട്. ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരണം. രാവിലെ അമ്മ തൂത്തുവാരിയിട്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ ചവറൊന്നും കാണത്തില്ല. നമ്മളെത്ര ജോലി തിരക്കിലായാലും നമ്മുടെ പിള്ളേരുമായിട്ട് കുറച്ച് നേരം കളിക്കണം. പ്രത്യേകിച്ച് ജോലി തിരക്കിനിടയിൽ ഫോണൊന്നും കൊടുക്കാതിരിക്കുക. ഫോണിലൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണേ. അവർ ചെയ്യേണ്ട ഓരോ ആക്ടിവിറ്റീസും പിന്നെ അവർക്ക് ചെയ്യാനായിട്ടൊന്നും തോന്നത്തില്ല. ഫുള്ളും ഫോണിലോട്ടായിരിക്കും. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ടി വി ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ടി വിയിലെ കാർട്ടൂൺസൊക്കെ അത് കുറച്ച് നേരമൊക്കെ ഇരുന്നേ കാണത്തുള്ളൂ. പിന്നെ ആളിങ്ങനെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ജിത്തൊക്കെ വരാൻ ലേറ്റായി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് കടയിലോട്ടൊന്ന് പോയിട്ടോ. കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ചുമ്മാ പോയി നോക്കിയതായിരുന്നു. അവിടെ നിന്ന് കണ്ണാടി മേടിച്ചായിരുന്നു കേട്ടോ. ഈ വാഷിംഗ് പീസിൻ്റെ അവിടെ ഒരു കണ്ണാടിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ.